സുവിശേഷം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അത് പ്രസംഗിച്ച് കഴിയുമ്പോൾ കർത്താവ് വരും. അതേത് സുവിശേഷമാണ്? മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 14 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ദൈവത്തിന് സ്തോത്രം. ഏത് സന്ദർഭത്തിലാണ് കർത്താവ് ഇത് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 3 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ, അവിടുന്ന് ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവിടുത്തെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും അങ്ങയുടെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്നും അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്: ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അന്നവർ നിങ്ങളെ ഉപദ്രവത്തിനേൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ വന്ന് പലരെയും തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്നിട്ട് യേശു പറയാണ്: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായിട്ട് ലോകത്തോട് പ്രസംഗിക്കേണ്ടുന്ന ഒരു സുവിശേഷമുണ്ട്. അതേത് സുവിശേഷമാണ്? ഒരു നിത്യ സുവിശേഷം. വെളിപ്പാട് പ്രവചനം 14 അധ്യായം 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് പ്രവചനം പുതിയ നിയമത്തിൽ 27 പുസ്തകം, വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകം. അന്ത്യകാലത്തേക്കുള്ള പ്രവചന മുന്നറിയിപ്പ്. ആ പ്രവചന മുന്നറിയിപ്പിൽ ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പായിട്ട് പ്രസംഗിക്കപ്പെടേണ്ട ഒരു നിത്യ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് 14:6: വേറൊരു ദൂതൻ ആകാശമധ്യ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോടറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ലോകത്തോട് സുവിശേഷിക്കുന്ന ഒരു നിത്യ സുവിശേഷത്തെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ വെളിപ്പാട് 14:6 നമ്മൾ പഠിക്കുമ്പോൾ സർവ്വലോകത്തോടും പ്രസംഗിക്കേണ്ടുന്ന നിത്യ സുവിശേഷത്തെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം വെളിപ്പാട് പ്രവചനം 14 അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ലോകത്തോട് സുവിശേഷിക്കേണ്ടുന്ന ആ നിത്യ സുവിശേഷം എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. വെളിപ്പാട് 14:7 മുതൽ 12 വരെ. അന്ത്യകാലത്തേക്കുള്ള പ്രവചന പുസ്തകമായ വെളിപ്പാട് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ നിത്യ സുവിശേഷം ലോകത്തോട് പ്രസംഗിച്ച് കഴിയുമ്പോൾ കർത്താവ് വരും. അപ്പോൾ നമ്മൾ ഈ വെളിപ്പാട് 14:7 മുതൽ 12 വരെ പഠിക്കുമ്പോൾ അവിടെ 3 ദൂതന്മാരുടെ ദൂതുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം ദൂതൻ, 2-ാം ദൂതൻ, 3-ാം ദൂതൻ. ഈ 3 ദൂതന്മാരുടെ ദൂതുകൾ ലോകത്തോട് പ്രസംഗിച്ച് കഴിയുമ്പോൾ കർത്താവ് വരും. എന്താണ് 1-ാം ദൂതൻ്റെ ദൂത്? വെളിപ്പാട് 14:7. വെളിപ്പാട് 14:7: ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മഹത്വം കൊടുപ്പീൻ. അവിടുത്തെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. 1-ാം ദൂതൻ്റെ ദൂത് എന്താണ്? ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മഹത്വം കൊടുക്കണം. അവിടുത്തെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിക്കണം. ഇതാ 1-ാം ദൂതൻ്റെ ദൂത്. അപ്പോൾ കർത്താവിൻ്റെ 2-ാം വരവിന് തൊട്ട് മുമ്പ് ലോകത്തോട് നിത്യസുവിശേഷം അറിയിക്കുന്ന 3 ദൂതന്മാരിൽ 1-ാം ദൂതൻ്റെ ദൂതാണ് വെളിപ്പാട് 14:7 നമ്മൾ വായിച്ച് കേട്ടത്. ഇനി ചോദ്യം: എന്തുകൊണ്ടാണ് ഈ ദൂതൻ ആകാശമധ്യ പറക്കുന്നത്? നമ്മൾ 14:6 വായിക്കുന്ന വേറെ ദൂതൻ ആകാശമധ്യ പറക്കുന്നത് ഞാൻ കണ്ടു. എന്താണ് ഈ ആകാശമധ്യ പറക്കാൻ കാരണം? അതിൻ്റെ കാരണം ഈ ദൂതൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ട്. ഒരു നിത്യ സുവിശേഷം എന്ന് പറഞ്ഞാൽ സർവ്വലോകത്തോടും അറിയിക്കുവാനുള്ള സുവിശേഷം. ഏതെങ്കിലും പ്രത്യേക സഭയ്ക്ക് വേണ്ടിയിട്ടോ, ഏതെങ്കിലും പ്രത്യേക മതക്കാർക്ക് വേണ്ടിയിട്ടോ, ഏതെങ്കിലും പ്രത്യേക രാജ്യക്കാർക്ക് വേണ്ടിയിട്ടോ, ഏതെങ്കിലും പ്രത്യേക ഭൂവിഭാഗക്കാർക്ക് വേണ്ടിയിട്ടോ, ഏതെങ്കിലും പ്രത്യേക ഭൂഖണ്ഡത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല.
പിന്നെയോ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോടറിയിപ്പാൻ അവൻ്റെ പക്കലൊരു നിത്യ സുവിശേഷമുണ്ടായിരുന്നു. അപ്പം ഈ ദൂതന്മാരുടെ ദൂതുകൾ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് സർവ്വലോകത്തോടും അറിയിക്കുവാനുള്ള നിത്യ സുവിശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഒന്നാം ദൂതൻ്റെ ദൂതെന്ന് പറയുന്നത് ഒരു ന്യായവിധിയുടെ ദൂത് കൂടിയാണ്. നമുക്കറിയാം, ന്യായവിധിയുടെ ദൂത് എപ്പോഴും കർത്താവിൻ്റെ രണ്ടാം വരവിനോട് ബന്ധപ്പെട്ടിരിക്കും. ഈ ദൂതൻ്റെ പിന്നാലെ മറ്റു 2 ദൂതുകൾ കൂടെ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം കർത്താവ് വരും. ഓക്കെ, ആരാണ് ദൂതൻ എന്ന് പറയുന്നത്? നമുക്ക് ഇനി അതിനെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കാം. ആരാണ് ദൂതൻ എന്ന് പറയുന്നത്? മലാഖി 2:7, മലാഖി പ്രവചനം 2-7 വാക്യം. എന്താ വായിക്കുന്നത്? പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനമടക്കി വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതും അല്ലയോ. നോക്കിയേ, ആരാണ് ദൂതൻ? പുരോഹിതൻ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലോ. അപ്പോൾ ഈ ദൂതൻ എന്ന് പറയുന്നത് ഈ അന്ത്യകൃപാദൂതുകൾ ലോകത്തോടറിയിക്കുന്ന വിശുദ്ധന്മാരായിട്ടുള്ള ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ദൈവദാസന്മാർ. അവരാണ് ദൂതൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ദൂതന്